വളരെ സിമ്പിളായിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഇയറിംഗ് നമുക്കൊന്ന് ചെയ്താലോ. ഇതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന കുന്തൻ സ്റ്റോൺ ആണ് കേട്ടോ. റൗണ്ട് ഗ്ലാസ് കുന്തനാണ്, റൗണ്ട് ഷേപ്പ്. പിന്നെ ഡ്രോപ്പ് നമുക്ക് മൂൺ കുന്തനുണ്ട്, റൗണ്ടുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വാക്സ് സ്ട്രിപ്പ് എടുത്തു, അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് സെൻറ്ററിലേക്ക് ഒരു സ്റ്റോൺ വെച്ച് കൊടുത്തു. എന്നിട്ട് ഇതിനെ ഞാൻ ഒന്ന് ജസ്റ്റ് കവർ ചെയ്തെടുക്കുന്ന, അതിനൊന്ന് സൈഡ് ഒന്ന് റൗണ്ട് ഷേപ്പ് ഒന്ന് കവർ ചെയ്തെടുത്തിരിക്കുന്ന സ്റ്റോൺ ചെയിൻ വെച്ചിട്ടാണ്. ഗ്ലൂ അപ്ലൈ ചെയ്തതിലേക്ക് ഒന്ന് സ്റ്റോൺ ചെയിൻ ഒന്ന് റൗണ്ട് ചെയ്യുക, ഒന്ന് ചുറ്റിയെടുക്കുക. ഇനി നമുക്ക് ബാൾ ചെയിൻ വേണമെങ്കിൽ ബാൾ ചെയിൻ കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ ഒന്ന് ആ ഒരു കറക്റ്റ് ഷേപ്പിൽ നമ്മളൊന്ന് വയ്ക്കുക, അതിനുശേഷം കട്ട് ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമ്മളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഇതിൻ്റെ താഴെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഒരു ചെറിയൊരു ഹാങ്ങിങ്, ഒരു ബീഡും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ഇയറിംഗ് ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ സൈഡിലേക്ക് വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ നമ്മുടെ റൗണ്ട് ഷേപ്പിലുള്ള കുന്തനാണ്, റൗണ്ട് ഷേപ്പിലുള്ള കുന്തൻ, അത് ഫുള്ളായിട്ട് ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്തില്ല, നമുക്ക് പകുതി ഹാഫാണ് ഞാൻ ചെയ്യുന്നത്. ഹാഫിലേക്ക് ആ റൗണ്ട് ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ വെച്ച് കൊടുക്കുന്നു. ഓറഞ്ച് കളർ തന്നെയാണ്. ഇത് ഗ്ലാസ് കുന്തനാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഈ ഗ്ലാസ് കുന്തൻ ഒന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ നമുക്ക് ഏതുവരെയാണ് വേണ്ടത് അതുവരെ ഒന്ന് ഇത് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചെയ്യുമ്പോൾ വാക്സ് സ്ട്രിപ്പാണ്, പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് കൈ കൊണ്ടൊക്കെ നമ്മൾ ചെയ്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട്, അല്ലെങ്കിൽ സ്റ്റോൺസ് ഇളകി വരും. അതുകൊണ്ടാണ് വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പല പല കളറിൽ നമുക്ക് ചെയ്തെടുക്കാം. കുന്തൻ സ്റ്റോൺ ഒത്തിരി കളർ അവൈലബിൾ ആണ്. ഇനി ഇതിൻ്റെ അടുത്ത സൈഡിൽ കൂടെ ഒന്ന് ഇത് ചെയ്യുന്നു. ബാക്കി നമുക്ക് ഏതുവരെയാണ് ആവശ്യം അതിലേക്ക് കുന്തൻ സ്റ്റോൺ വെച്ച് കൊടുക്കുക, ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഫുള്ളായിട്ട് നമ്മൾ കൊടുത്തിട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് പറഞ്ഞാൽ അത് ഡ്രൈ ആവും, പിന്നെ ഈ സ്റ്റോൺസ് എല്ലാം ഇളകി വരും. ഇനി ഞാൻ സെൻറ്ററിൽ നിന്ന് ബാക്കി എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ മൂൺ ഷേപ്പിലുള്ള കുന്തനില്ലേ, അത് ഏറ്റവും താഴെ സെൻറ്ററിലായിട്ട് രണ്ട് സൈഡിലേക്ക് തിരിച്ച് ഇങ്ങോട്ടും അങ്ങോട്ട്, അതായത് ലെഫ്റ്റ് റൈറ്റിലോട്ട് തിരിച്ച് വെച്ച് കൊടുക്കുക. കാരണം മൂൺ ഷേപ്പ് ആകുമ്പോൾ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെച്ച് കൊടുക്കുക. കണ്ടോ? ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ളത് അങ്ങോട്ട് ഒരു സി ഷേപ്പിൽ തിരിച്ച് സി ഷേപ്പിൽ വെച്ച് കൊടുക്കുക. ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതുപോലെ വെച്ചാൽ മാത്രം മതി കേട്ടോ. രണ്ട് സൈഡിലും ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ ഒരു ഡയറക്ഷൻ, അടുത്ത ഡയറക്ഷൻ. കണ്ടോ? ഇപ്പോൾ ആ ഡയറക്ഷനിൽ തിരിച്ചാണ് ആ ഒരു സി ഇരിക്കുന്നത്, നമ്മളൊരു മൂൺ ഷേപ്പ്. അടുത്തത് തിരിച്ചു വരും. ഇതിങ്ങനെ എടുത്ത് പറക്കി വെക്കുന്നതേ ഉള്ളൂ കേട്ടോ. വേറെ ഒന്നും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊന്നുമില്ല, ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുത്തതാണ് ഞാൻ. കണ്ടോ? ഇനി ജസ്റ്റ് ഇതായിട്ടുണ്ട്. ഇനി ആ മൂൺ ഷേപ്പ് നമ്മൾ രണ്ടും സി വെച്ചില്ലേ, അതിൻ്റെ സെൻറ്ററിലേക്ക് ഒരു റൗണ്ട് ഷേപ്പുള്ള കുന്തൻ സ്റ്റോൺ വെച്ച് കൊടുക്കുന്നു. അത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ സ്റ്റഡ് ചെയ്തെടുക്കണം. ഇയർ സ്റ്റഡ് ചെയ്യാനായിട്ട് സെയിം കുന്തൻ സ്റ്റോൺ തന്നെയാണ് എടുത്തിരിക്കുന്നത്. മേലെ ഞാൻ സ്റ്റോൺസ് ഒന്നും വെച്ച് ഭയങ്കര വലുതാക്കില്ല. സ്റ്റഡ് ഞാൻ ഭയങ്കര ചെറുതായിട്ടാണ് വെച്ചിരിക്കുന്നത്. സെൻറ്ററിലേക്ക് ആ റൗണ്ട് ഷേപ്പിലുള്ള കുന്തൻ തന്നെ വെച്ചു. ചെറുതാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ സൈഡ് ചുറ്റി അതേ സൈസിലുള്ള കുന്തൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ? ഇതുപോലെ ഒന്ന് ജസ്റ്റ് റൗണ്ടിൽ വെച്ച് കൊടുക്കുക. നമ്മളൊന്ന് ഫിക്സ് ചെയ്ത് വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഹാങ്ങിങ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇയർ സ്റ്റഡ് എന്തായാലും റെഡി ആയിട്ടുണ്ട്. ഇതൊന്നും നിങ്ങൾ പറയും ഇത് ഒത്തിരി സമയം എടുത്തതാണോ? ഇല്ല, വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുത്തതാണ്. ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്യുക. ഒന്ന് എന്താ പറയുക, കറക്റ്റായിട്ടൊന്ന്. ഇനി സെൻറ്ററിൽ നമ്മൾ വൈറ്റ് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇതിന് കട്ട് ചെയ്തെടുത്തു. ഈ കട്ട് ചെയ്ത് കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിലെടുക്കുക. ഇനി അതിനുശേഷം ഇത് രണ്ടും തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ഇതെടുത്തിരിക്കുന്നത് ഐപ്പിനാണ് കേട്ടോ. ഈ ഐപ്പിൻ ഇതൊന്നിങ്ങനെ നമുക്ക് ഒത്തിരി ലെങ്ത് വേണ്ട, രണ്ടും കൂടെ അറ്റാച്ച് ചെയ്യാനാണ്. 2 ഐപ്പിൻ വേണം. ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തത്. ഈ രണ്ടും നമ്മൾ പരസ്പരം ജോയിൻ ചെയ്തെടുക്കണം. കണ്ടില്ലേ? ഇത് രണ്ടും ഒന്ന് ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യുക. നമ്മൾ പ്രസ്സർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അത് രണ്ടും അടുത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടെ ഇതിനകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുത്തെടുക്കുക. കണ്ടില്ലേ? ഇതുപോലെ. എന്നിട്ട് അതൊന്ന് പ്രസ് ചെയ്തെടുക്കുക. ഇത് ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഏറ്റവും സിമ്പിളാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളുടെ ഇതില്ലേ നമ്മുടെ ഹാങ്ങിങ്, ഇത് നമ്മൾ അറ്റാച്ച് ചെയ്യിക്കണം. ഇത് സെൻറ്ററിൽ കൊടുക്കുക. ഇനി ആ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ബാക്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം
ഇതുപോലെ ഗ്ലൂ നന്നായി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ ഗ്ലൂ നന്നായിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. ഗ്ലൂ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഐപ്പിൻ നമ്മൾ ജോയിൻ ചെയ്തില്ലേ അത് ഇതുപോലെ ഒന്ന് ആ പുറകിലേക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആ സെൻറ്ററിൽ നമ്മൾ ഹാങ്ങിങ് വരുന്ന കറക്റ്റ് പോർഷനിൽ. എന്നിട്ട് ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. വാക്സ് സ്ട്രിപ്പ് കട്ട് ചെയ്ത് ഫിക്സ് ചെയ്ത് കൊടുത്തു. കണ്ടോ, കണ്ടില്ലേ ആ ഒരു ഹാങ് ഇതുപോലെ നമുക്ക് കിട്ടും. ഇനി നമ്മൾ സെപ്പറേറ്റ് അറ്റാച്ച് ചെയ്യേണ്ട ഇത് നമ്മുടെ സ്റ്റഡിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അല്ലെങ്കിൽ നമ്മൾ സ്റ്റഡിലും അറ്റാച്ച് ചെയ്ത് പിന്നെ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം രണ്ടും ഒരുമിച്ച് വീണ്ടും ചേർക്കണം. അതിനെക്കാട്ടി ഒറ്റയടിക്ക് ചെയ്തെടുത്തതാണ്. ഇത് നമ്മുടെ ഇയർ സ്റ്റഡ്. അതിൻ്റെ ബാക്ക് അറ്റാച്ചും കൂടെ എടുത്തു, രണ്ടും കൂടെ കണക്ട് ചെയ്യുക. ഗ്ലൂ അപ്ലൈ ചെയ്തു, അതിലേക്ക് നമ്മുടെ ബാക്ക് സ്റ്റഡ് വെച്ചു. ഇനി നമ്മളിപ്പോൾ ചെയ്ത നമ്മുടെ ഹാങ്ങിങ് ഇല്ലേ അതും ഇതുപോലെ വെച്ചു. ഞാനത് കയ്യിൽ വെച്ച് ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അവിടെ വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു ചെറിയൊരു അതിന് നമ്മുടെ സ്റ്റഡിന് കറക്റ്റായിട്ടുള്ള ഒരു വാക്സ് സ്ട്രിപ്പ് കട്ട് ചെയ്ത് പുറകിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. കാരണം അപ്പോൾ അത് ഡ്രൈ ആകുമ്പോൾ അങ്ങ് ഇരുന്നോളും. പക്ഷേ ഈ വൃത്തികേടൊന്നും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് ചെയ്യുക. കണ്ടില്ലേ, പുറകിലൊന്നും ഒരു വൃത്തികേടോ ഒന്നുമില്ല, നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കണ്ടോ, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നോക്കി, ഇത്രയും ബ്യൂട്ടിഫുൾ അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ